കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇത്തവണയും ജനവിധി തേടുന്നത് കർണാടകയിലെ ഗുൽബർഗയിൽ നിന്നാണ്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിൽ ഖാർഗെയെ വീഴ്ത്താൻ മുൻ കോൺഗ്രസ് MLA കൂടിയായ ഉമേഷ് ജാദവിനെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. രണ്ടാം തവണ MP ആയപ്പോൾ കോൺഗ്രസ് സഭയിലെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളിൽ ഒരാൾ. 2009 വരെ കർണാടകയായിരുന്നു ഖാർഗെയുടെ തട്ടകം. 9 തവണ തുടർച്ചയായി MLA ആയി, പലതവണ മന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി. തുടർന്നായിരുന്നു ലോക്സഭയിലേക്കുള്ള ഊഴം. 2 തവണയും അനായാസം ജയിപ്പിച്ചുവിട്ടു ഗുൽബർഗയിലുള്ളവർ. 2014 വിജയം 74,733 വോട്ടുകൾക്കായിരുന്നു. മൂന്നാം ഊഴത്തിനെത്തുമ്പോൾ മത്സരം കടുപ്പിക്കുകയാണ് BJP. പ്രദേശത്തെ മുൻ കോൺഗ്രസ് MLA ആണ് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. BJPയിലേക്ക് അടുത്തിടെ കൂറുമാറിയ ഉമേഷ് ജാദവിന് കോൺഗ്രസ് വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ BJPക്ക് അത്ര സന്തോഷം പകരുന്നതല്ല ഗുൽബർഗയിലെ ചരിത്രം. 14 തവണ കോൺഗ്രസുകാരെ ചേർത്തു നിർത്തിയ മണ്ഡലമാണ് ഗുൽബർഗ. 1 തവണ മാത്രമാണ് താമര പതിച്ച പതാക മാറിയത്, 1998. ഒരിക്കൽ ജനതാദളിനോട് തോറ്റുതൊഴിച്ചാൽ കോൺഗ്രസിന്റെ ഓർമ്മകളെല്ലാം നല്ലതാണ്. ഇലക്ഷൻ ഡെസ്ക് 24.